ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ കഴിഞ്ഞ് ഒരു 200-250 കിലോമീറ്റർ ഹൈദരാബാദ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുക. 350 കിലോമീറ്റർ ആയതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ബാംഗ്ലൂരൊക്കെ പാസ് ചെയ്ത് വന്നുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാമായിരുന്നു കേട്ടോ. ഇപ്പം ഹൈദരാബാദ് റോഡാണ്. രാവിലെ ഇപ്പോൾ ഒരു 7:15 നേരം വെളുത്തു. കുറച്ച് നേരം വണ്ടി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഓടിക്കുന്നത്. വണ്ടി തന്നെ കിടന്നു. ഇന്നലെ വെയിലൊക്കെ വന്നു. മൊത്തം മരങ്ങളൊക്കെ നോക്കി മൊത്തം ഉണങ്ങിയിരിക്കണം. മലയിലൂടെയൊക്കെ ഒരു മാറ്റവും ഇല്ല. അടിപൊളി വഴിയാണ്. റോഡ് കൊള്ളാം. പുതുതായിട്ട് ടാർ ചെയ്താണ് റോഡൊക്കെ. നമ്മൾ വന്ന വഴിയൊക്കെ ഇവിടെയൊക്കെ പഴയതാണ്. ജിമ്മിക്ക് മാരുതി പറയുന്നതിനേക്കാളും മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആവറേജ് കിലോമീറ്റർ 18.9 കിട്ടുന്നത്. മൈലേജ് ഒക്കെ കുറവാന്നൊക്കെ എല്ലാവരും പറഞ്ഞ് എടുക്കാതിരുന്നാലും കിട്ടുന്നുണ്ട് വണ്ടിയാണ്. നല്ല മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഹൈദരാബാദ് എത്തുമ്പോൾ വീഡിയോ എടുക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാൻ പാകത്തിനൊന്നുമില്ല. എല്ലാം വഴി ഒരുപോലെ തന്നെ കടുത്താണ് അങ്ങോട്ട്. കണ്ട സാധനം പുറകില് എബിനും ചാർലിയും ഒന്നിച്ച് കിടപ്പാണ്. ഗുഡ് മോർണിംഗ് ചാർലി. ഞങ്ങൾ ഒന്ന് ഫ്രഷപ്പ് ആകാനൊരു പെട്രോൾ പമ്പിലേക്ക് കയറി. ചാർലീനെ അവിടെ കെട്ടിയിട്ടു. ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായി. ഇപ്പോൾ ഇനി ഹൈദരാബാദ് പിടിക്കണം. ഹൈദരാബാദ് 300 കിലോമീറ്റർ ആണ്ട് ദൂരമുണ്ട്. ചാർലി അവിടെ കുഴി ഒഴിക്കാനുള്ള പ്ലാനിലാണ് ചാർലി. കുഴി ഒഴിച്ച് കിടക്കണമെന്ന് തോന്നുന്നത്. ചൂടെടുക്കണുണ്ട് ആൾക്ക്. കാരണം കുഴി മാന്തിക്കൊണ്ടിരിക്കുക. അയച്ചു വിട്ടില്ലേ ചാർലി? പോര്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇവിടെ ഇഡലി ഉണ്ട്. ഇഡലിയും വട. റവ ഇഡലിയാ. റവ ഇഡലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ആന്ധ്രാപ്രദേശിൽ വരുമ്പോഴേ ആന്ധ്രയിലൂടെ വരുമ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ട്. നല്ല ഫുഡാണ്. വണ്ടിയിലാണ് കൊണ്ടുവന്ന് നടക്കണേ. ഓരോരുത്തര് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. കഴിക്കാൻ വേണ്ടി ട്രെയിൻ കിടക്കണ നോക്കിയേ. കാണാൻ പറ്റുന്നുണ്ടോ? എന്തോ അവിടെ പിടിച്ചിട്ടിരിക്കാനെന്ന് തോന്നുന്നു. ആ ഫാക്ടറിയിലെ ട്രെയിനാണെന്ന് തോന്നുന്നത്. ആ ട്രെയിനാണെന്ന് തോന്നുന്നു. ഒറ്റപ്പാടേ ഉള്ളു. ഇഡ്ഡലി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഡ്ഡലി കൊള്ളായിരുന്നു. അത് പിന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ ചട്നിക്ക് ഭയങ്കര എരിവ്. ഈ ആന്ധ്ര ഫുഡുകൾക്ക് മൊത്തത്തില് നല്ല എരിവായിരിക്കും. ഭയങ്കര എരിവ്. അത് രാവിലെയും കൂടി കഴിക്കാൻ നേരത്തെ നല്ല ഇത് കൊള്ളായിരുന്നു. അത് ഇഡ്ഡലി, റവ ഇഡ്ഡലി. നേരത്തെ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് പഴവും വേണ്ട, ഒന്നും വേണ്ട. നിരാഹാരം ഇരുന്ന് പോയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കി ഒരു വണ്ടിയിൽ എത്ര പേരാ കയറിയേക്കുന്നുണ്ടോ? എല്ലാരും നോയിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റല്ലേ എടുക്കണേ. എങ്ങനെ ഈ വെയിലത്ത് നിൽക്കണവര്?
എന്തോ പരിപാടിയാണ് നടക്കുന്നത്, സ്കൂൾ പിള്ളേരും അങ്ങനത്തെ എന്തോ കാണുന്നു കേട്ടോ. ചാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ പുറത്ത് ഭയങ്കര ചൂടാ. എത്ര 37 ഡിഗ്രിയാണ് കാണിക്കണത്. നമ്മുടെ അവിടെയൊക്കെ അത്രയും ഉണ്ട്. പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം തന്നെ ഇരുന്നിട്ട്. കേരളത്തിലിപ്പോ 37-38 ഉണ്ട്. ചെടികളൊക്കെ കിട്ടുന്ന മൈലേജ് ഉണ്ട് 19 കിലോമീറ്റർ. 19 കിലോമീറ്റർ കിട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 200 കിലോമീറ്റർ ആയി. നമ്മളിപ്പോ നേരെ ഹൈദരാബാദ് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരമേ ഉള്ളൂ. ഹൈദരാബാദ് നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് പാസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മള് ഈ സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. നാഗ്പൂർ റോഡ് പിടിച്ചു പോകണം. നാഗ്പൂർ ഞങ്ങളിപ്പോൾ ഹൈദരാബാദാണുള്ളത്. ഇത് ഹൈദരാബാദ് നാഗ്പൂർ പോകാനുള്ള ഹൈവേ ആണ്. അതായത് 4 ലൈനുള്ള എക്സ്പ്രസ് ഹൈവേ. 120 കിലോമീറ്ററാണ് മിനിമം സ്പീഡ്, അല്ല മാക്സിമം സ്പീഡ്. മിനിമം എത്ര വേണമെങ്കിലും പോകാൻ തോന്നുന്നു. എന്നാണേലും അടിപൊളി ഹൈവേ ആണ്. ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഉള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള ഹൈവേ ഇപ്പോഴാണ് കിട്ടിയേക്കുന്നത്. ഇതുവരെയൊക്കെ ഡബിൾ ലൈന്, സിംഗിൾ ലൈനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ആണ് ഒരു സൈഡിൽ തന്നെ 4 ലൈനാണ്. ഇവിടുന്ന് ഞങ്ങൾ നാഗ്പൂരിനാണ് പോകുന്നത്. നാഗ്പൂരിന് 531 കിലോമീറ്റർ ഉണ്ട്. നാഗ്പൂർ പോയിട്ട് അവിടുന്ന് ഡൽഹി പോകും. X6 എത്തി. ഇപ്പൊ X6-നകത്തൂടെയാണ് 6ാമത്തെ പുറത്തേക്ക് ഇറങ്ങുന്ന സൈഡിൽ കൂടെയാണ് നമുക്ക് നാഗ്പൂർ റോഡിലേക്ക് പോകേണ്ടത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്പർ എഴുതിയിട്ടുണ്ടാവും. ആ നമ്പറിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് ഇവിടെ ടോളുണ്ട്. നമ്മൾ ഇറങ്ങിയ എത്ര ദൂരം നമ്മൾ വന്നോ അതിനനുസരിച്ചുള്ള ടോള് അടിക്കും. ഇവിടെ എത്ര ക്യാഷ് പേയ്മെന്റ് ഇല്ല. ഫാസ്ടാഗ് വേണമെന്നുണ്ടോ വണ്ടിയിൽ? ഒന്നും ക്യാഷ് പേയ്മെന്റ് ഇല്ലെന്ന് തോന്നുന്നു. നോ ക്യാഷ് എന്ന് കൊടുക്കണം. ക്യാഷ് കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ കാണുമായിരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നാഗ്പൂർ ഇവിടെയുണ്ട് പോർട്ട്. ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്തോ. വരുന്നു. എന്നാ പരിപാടി? ചാർലിനെ വിട്ടേക്കരുത് കേട്ടോ. റോഡിലേക്ക് വിട്ടേക്കല്ലേ. ചാർലി വാ, ഇവിടെ വാ. ചാർലിക്ക് വണ്ടി കയറാൻ ഇഷ്ടമില്ല. ചാർലിക്ക് പുറത്തിറങ്ങി അങ്ങനെ പോണം. ഞങ്ങൾ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് നിർത്തിയതാ.
ഇപ്പോൾ ഇത് ഹൈദരാബാദ് നാഗ്പൂർ ഹൈവേ ആണ്. ഇപ്പോൾ വൈകുന്നേരമായി, ഇപ്പം എത്ര മണിയാ, 5:15. ഇനി ഇന്ന് ഓടി എത്തലുണ്ടാവില്ല നാഗ്പൂർ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ആൾക്കാരെല്ലാം ചെറുതായിട്ട് ക്ഷീണിച്ച് തുടങ്ങി. ചാലി ദാഹിച്ചു. ഓടി അങ്ങാട്ട്. ഇവന് ഈ നിക്കർ എവിടെ നിന്ന് കിട്ടിയതാടാ? My name is Sudesh. നമുക്കൊരു ചെറിയ ചെക്കിങ്ങിന്റെ ഇത് കിട്ടിയായിരുന്നു. ഇപ്പൊ ഇലക്ഷനൊക്കെ വരികയല്ലേ, ഇപ്പൊ അതിന്റെ ഒരു ചെക്കിങ്ങിന്റെ ഇപ്പൊ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. ഹലോ, ഇതിപ്പോൾ 2 നൈറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത 3ാമത്തെ ദിവസമാണ്. ഇപ്പം ഞങ്ങൾ നാഗ്പൂരിന് കുറച്ച് മുമ്പ് ഇന്നലെ രാത്രി ഒരു പമ്പിൽ കയറി കിടന്ന് ഉറങ്ങി, റിലയൻസിൻ്റെ പമ്പിൽ. ഇന്ന് രാവിലെ ഇപ്പോൾ വണ്ടിയെടുത്ത് നാഗ്പൂർ സൈഡിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു. പമ്പ് നല്ല ക്ലീനാണ്. നിങ്ങൾ ഇനി ട്രാവൽ ചെയ്യുമ്പോൾ പുതിയ റിലയൻസിൻ്റെ പമ്പിലൊക്കെ കയറി പെട്രോൾ അടിച്ചിട്ട് അവിടെ തന്നെ വേണമെങ്കിൽ ബാത്റൂമിലൊക്കെ പോകാം. നല്ല ക്ലീൻ, വീട്ടിലെയൊക്കെ പോലെ തന്നെ വൃത്തിയുള്ള ടോയ്ലറ്റും സംവിധാനമൊക്കെയാണ്. നമ്മൾ നാഗ്പൂരിലേക്ക് പോകണല്ലേ. പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇന്നലെ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഇപ്പോൾ 28 ഡിഗ്രിയൊക്കെ ആയിട്ടായി വണ്ടി കാണിക്കുന്നത്. ഇന്നലെ രാത്രിയിലും അത്രയും തന്നെ ചൂടുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ്. ഉറങ്ങാൻ പറ്റല്ലേ ടെന്റിന്റെ അകത്ത്. ഇന്നലെ ടെൻ്റൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയത്. നാഗ്പൂരിലേക്കുള്ള പിന്നെ എവിടെയെങ്കിലും കുറച്ചങ്ങ് പോയി കഴിയുന്നിടത്ത് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പ്രത്യേകിച്ചൊന്നും പുതിയ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ അധികം എടുക്കാത്ത കേട്ടോ. അത് പറ്റേ എല്ലാം കണ്ട കാഴ്ചകൾ തന്നെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. ഇവിടെ കുറച്ച് മരങ്ങൾ വന്നെന്ന് മാത്രം.